ഉണ്ട്, ഒരാൾക്ക് ഓർമ്മയുള്ളൂ, രണ്ടാൾ അല്ലേ? സുലൈമാൻ നബി അലൈഹിസ്സലാം കാറ്റിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നിഅമത്ത് കൊടുത്തൊരു നബിയല്ലേ, അറിയാലോ. അപ്പോൾ ഒരു കർഷകൻ അവിടെ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം യാ അല്ലാഹ് പടച്ചവനെ സുബ്ഹാനല്ലാഹ് ലഖദ് ഊതി ആലു ദാവൂദ മുൽഖൻ അദീമ, പടച്ചവനെ ദാവൂദ് നബിൻ്റെ മക്കൾക്ക് സുലൈമാൻ നബിക്ക് അവർക്കും പരിവാരങ്ങൾക്കും നീ വലിയ അധികാരമല്ലയോ റബ്ബേ കൊടുത്തത് എന്ന് അത്ഭുതത്തോടു കൂടെ അദ്ദേഹം പറഞ്ഞതാ. ഇവർ പറന്നു പോകുന്ന കണ്ടപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇന്ത്യയിലേക്ക് പലതവണ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കർഷകൻ്റെ അടുത്തേക്ക് സുലൈമാൻ നബി, രാജാവല്ലേ, ഇയാൾ പേടിച്ചുപോയി. എന്തേ നിങ്ങൾ പറഞ്ഞത്? മാ ഖുൽതു ഇല്ലാ ഖൈറ, ഞാൻ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലത് തന്നെയാണ്. എന്താ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചു. പറഞ്ഞു സുബ്ഹാനല്ലാഹ് ലഖദ് ഊതിയ ആലു ദാവൂദ മുൽഖൻ അദീമ, ദാവൂദ് നബിയുടെ മക്കൾക്ക് അള്ളാഹു വലിയ സൗഭാഗ്യം കൊടുത്തല്ലോ. വലിയ സൗഭാഗ്യം അല്ലേ? ഞാനും എൻ്റെ പരിവാരങ്ങളും കാറ്റിലൂടെ അങ്ങനെ പറക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്കത് വലിയ അധികാരമെന്ന് തോന്നിയല്ലേ? എന്നാൽ ലഖൗലുക സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ നാവ് കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞില്ലേ, അത് അഫ്ളലു മിമ്മ ഊതിയ ആലു ദാവൂദ്, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾക്ക് കിട്ടിയ അധികാരത്തെക്കാളും വലുതാണ്, അതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് നിങ്ങളുടെ സുബ്ഹാനല്ലാഹ് എന്ന വാക്കിന് എന്ന് ആര് പറഞ്ഞു കൊടുത്തു? നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. അതാണ് ഒരു നിഅമത്ത് അള്ളാഹുവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ നിഅമത്ത് സ്വീകരിച്ച നിഅമത്തിനേക്കാളും വലുതാണ് അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ മറക്കരുത്. എപ്പോഴും ഖൽബ് കൊണ്ടെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക അൽഹംദുലില്ലാഹ്. ഏറ്റവും വലിയ ദിക്റാണത് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലയുടെ ശ്രേഷ്ഠത പറഞ്ഞെടുത്ത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്, അത്വഹൂറു ശത്റുൽ ഈമാൻ, വൃത്തി ഈമാനിൻ്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ നാളെ തുലാസ് നിറയാൻ മാത്രം അത് മതി. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് തംലആനി മാ ബൈന അസ്സമാവാതി വൽ അർദ്, സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലയും ആകാശഭൂമികൾക്കിടയിലുള്ളത് നിറയാൻ മാത്രം അത് മതി. സുബ്ഹാനല്ലാഹ് എന്ന് ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ, അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ആരോ കൂട്ടത്തിൽ കുസൃതി ചോദ്യം ചോദിച്ചു, അല്ല ഉസ്താദെ, ഈ ആകാശഭൂമിൻ്റെ ഇടയിൽ നിറയാൻ മാത്രം ഒരു സുബ്ഹാനല്ലാഹ് മതിയെങ്കിൽ 33 ചൊല്ലിയാൽ എന്താവുമെന്ന്, ഒന്നുകൊണ്ട് തന്നെ നിറയില്ലേ എന്ന്. അപ്പോൾ ഉസ്താദ് ഒരു ഹിക്മത്തിൻ്റെ മറുപടി പറഞ്ഞു. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കാലത്തുള്ള ആരാ ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പറഞ്ഞു, ഈ റൂമിൽ ഇപ്പോൾ ഒരു ട്യൂബ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ റൂമിൽ വെളിച്ചം നിറയൂലേ? നിറയും. ഒരു ട്യൂബ് കൊണ്ട് നിറയുന്നില്ലേ? ഇനി ഒരു 10 ട്യൂബിനെ കത്തിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ചൊല്ലിക്കാന്ന് പറഞ്ഞു, ഒരു സുബ്ഹാനല്ലാഹ് കൊണ്ട് നിറയെങ്കിലും വീണ്ടും നിറയാൻ അവിടെ സ്ഥലമുണ്ട്, അതിൻ്റെ ശോഭ കൂടുകയാണ് എന്ന് മനസ്സിലാക്കി തരാൻ. അപ്പോൾ അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് മീസാനെ നിറക്കും. എന്താണ്? അല്ലാഹുവേ ഞാൻ നീ നൽകുന്നത് സ്വീകരിക്കുന്ന സ്വീകർത്താവാണ്, നൽകുന്നവൻ നീയാണ് റബ്ബേ. അൽ മുഅ്തി അൻത സുബ്ഹാന, നീയാണ് പടച്ചവനെ നൽകുന്നത്, ഞാൻ സ്വീകരിക്കുന്ന ആളാണ്. അതുകൊണ്ട് പടച്ചവനെ എൻ്റെ എല്ലാ കഴിവുകേടുകളും ഞാൻ സമ്മതിക്കുകയാണ്. എനിക്കൊരു കഴിവുമില്ല പടച്ചവനെ, നീ നൽകുന്ന കഴിവല്ലാതെ. അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥൻ പടച്ചവനെ നീയാണ്. ഒരാളൊരു ഉപകാരം ചെയ്തു തരുമ്പോഴേ നമ്മൾ പറയാം, അപ്പോൾ എന്നോടല്ല നന്ദി പറയേണ്ടത്, മുമ്പാഴ്ചനോട് പറഞ്ഞാൽ മതി, മുമ്പാഴ്ചയാണത് ചെയ്ത ആൾ എന്ന് ഞാൻ ഉദാഹരണം പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആരാണോ ചെയ്തത് അവർക്കത് ബോധിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ് യഥാർത്ഥത്തിൽ നിഅമത്ത് ചെയ്തത് എന്ന് ആ നിഅമത്തിനെ അള്ളാഹുലേക്ക് നമ്മൾ ചേർത്തി പറയാം. എപ്പോഴും ഒരു കുട്ടി എനിക്ക് അൽഹംദുലില്ലാഹ് എനിക്ക് അള്ളാഹു ഒരു കുട്ടി തന്നു, അൽഹംദുലില്ലാഹ് എനിക്ക് ഒരു ജോബ് കിട്ടി, അൽഹംദുലില്ലാഹ് എനിക്ക് ഇന്ന സ്ഥലത്ത് യാത്ര ചെയ്യാൻ പറ്റി, അൽഹംദുലില്ലാഹ് ഞാൻ ഇന്നയാളെ പരിചയപ്പെട്ടു, അൽഹംദുലില്ലാഹ് എനിക്ക് ഇന്ന നിഅമത്ത് അല്ലാഹു തന്നു. ഏതൊരു നിഅമത്തിനെയും ഹംദ് കൊണ്ട് ചേർത്തി പറയണം. കാരണം അല്ലാഹു ഹുവൽ ഹമീദ്, എല്ലാ സ്തുതികൾക്കും അർഹതപ്പെട്ടത് അല്ലാഹു ജല്ല ജലാലുവാണ്. ചെറിയ മക്കൾ മുതൽ മുതിർന്നവർ വരെ ഏറ്റവും കൂടുതൽ പറയേണ്ട വാക്ക് അൽഹംദുലില്ലയാണ്. നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ഹംദിൽ കുറവ് വരുത്തരുത്. അല്ലാഹു തആല